ನಮಸ್ಕಾರ ಸ್ನೇಹಿತರೆ. ಬೆಂಗಳೂರು ನಲ್ಲಿ ಭಾಷೆ ಗೊತ್ತಿಲ್ಲದೆ ಕಷ್ಟಪಡುತ್ತಿರೋರಿಗೆ ಸಹಾಯ ಮಾಡಲ ನಾನು ಇಂದು ಮತ್ತೊಂದು ವಿಡಿಯೋ ಹೊತ್ತು ಬಂದಿದ್ದೇನೆ. ನೀವೆಲ್ಲ ರೆಡಿ ಇದ್ದೀರಾ? ಹೋಗೋಣವಾ? സരി. വല്ലതും മനസ്സിലായോ സുഹൃത്തുക്കളെ? ഇല്ല അല്ലേ? എന്നാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. Hi friends, I am back with another video to help those struggling in Bangalore without knowing the language. Are you guys ready? Shall we go? Okay. ഇത് മനസ്സിലാകാത്തവരുണ്ടോ? എങ്കിൽ കേട്ടോളൂ. ഹലോ കൂട്ടുകാരെ, ഞാനിതാ ബാംഗ്ലൂരിൽ ഭാഷ അറിയാതെ വിഷമിക്കുന്നവരെ സഹായിക്കാനായി മറ്റൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നു. എന്താ, നിങ്ങൾ റെഡിയല്ലേ? പോകാമോ? ഓക്കെ, ഇതാണ് ഉദ്ദേശിച്ചത്. ഇപ്പം മനസ്സിലായില്ലേ? ഇനി നമുക്ക് ആ ഡയലോഗിലേക്ക് പോകാം. ആദ്യം കസ്റ്റമർ. നമസ്കാരം ചേട്ടാ, പാലുണ്ടോ? അത് ഇംഗ്ലീഷിലാണ് ചോദിക്കേണ്ടതെങ്കിൽ ഹലോ ബ്രദർ, ഈസ് മിൽക്ക് അവൈലബിൾ. അത് കന്നഡയിലാണെങ്കിലോ നമസ്കാര അണ്ണ, ഹാലു ഇദ്യ. ഹാലു പാല്, ഇദ്യ ഉണ്ടോ. കടക്കാരൻ്റെ മറുപടി ഉണ്ട്, എത്ര വേണം. അത് ഇംഗ്ലീഷിലാണെങ്കിൽ യെസ് ഹൗ മച്ച് ഡു യു വാണ്ട്. കന്നഡയിലാണെങ്കിലോ ഇതേ ഉണ്ട്, ಎಷ್ಟು ಬೇಕು, എത്ര വേണം. കസ്റ്റമർ, ഒരു പാക്കറ്റ് പാല് തരൂ. തൈരുണ്ടോ? അത് ഇംഗ്ലീഷിലാണെങ്കിൽ ഗിവ് മീ 1 പാക്കറ്റ് ഓഫ് മിൽക്ക്. ഈസ് കേർഡ് അവൈലബിൾ. അത് കന്നഡയിലാണെങ്കിലോ ಒಂದು പാക്കറ്റ് ഹാലു കൊടി. അവിടെ 2 പാക്കറ്റ് എന്ന് ചേർക്കാനാണെങ്കിൽ 2 പാക്കറ്റ്, 3 ആണെങ്കിൽ 3, 4 ആണെങ്കിൽ 4, 5 ആണെങ്കിൽ 5. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് പഠിച്ചിട്ടുണ്ട്. ഇനി കടക്കാരൻ പറയുന്നു ഉണ്ട്, തൈര് എത്ര പാക്കറ്റ് വേണം. യെസ് ഹൗ മെനി പാക്കറ്റ്സ് ഓഫ് കേർഡ് ഡു യു വാണ്ട്. കന്നഡയിൽ പറയുമ്പോൾ ഇതേ ಮೊಸರು ಎಷ್ಟು പാക്കറ്റ് ಬೇಕು. അപ്പോൾ കസ്റ്റമർ പറയുന്നു 1 പാക്കറ്റ് മതി, മൊത്തം എത്ര രൂപയായി. 1 പാക്കറ്റ് ഈസ് ഇനഫ്, ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ. 1 പാക്കറ്റ് സാഗു, ಎಷ್ಟು ആയിത്തു. കടക്കാരൻ പറയുന്നു 40 രൂപയായി. ഇംഗ്ലീഷിലാണെങ്കിൽ ഇറ്റ് ഈസ് 40 റുപ്പീസ്. കന്നഡയിലാണെങ്കിലോ 40 രൂപയായി ആയതു. അപ്പോൾ കസ്റ്റമർ പറയുന്നു ശരി, ഇതാ പണം, നന്ദി. ഓക്കെ, ഹിയർ ഈസ് ദ മണി, താങ്ക് യു. കന്നഡയിലാണെങ്കിലോ സരി, ഇഗൊള്ളി ഹണ, ധന്യവാദ. നിങ്ങളിത് പഠിച്ചു കഴിയുമ്പോഴേക്കും മറ്റൊരു കോൺവെർസേഷനുമായി ഞാൻ വീണ്ടും എത്താം. ടിൽ ദെൻ, ഗുഡ് ബൈ.